നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ഒരു സസ്പെൻഷനിലൂടെ വീണ്ടും വാർത്തയിൽ വിവാദ നായകനായി മാറിയ ശ്രീ ബി അശോക് നമ്മളോടൊപ്പം വീണ്ടും എത്തിയിരിക്കുകയാണ്. നമസ്കാരം. അപ്പോൾ താങ്കളെ ഈ സർക്കാർ, ഈ കാവൽ സർക്കാർ ഈ സമയത്ത് സസ്പെൻഡ് ചെയ്തത് മനഃപൂർവ്വം താങ്കളെ ഹീറോ ആക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. താങ്കൾ വിമർശനം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. കഴിഞ്ഞ ഈ സർക്കാരിന്റെ ഒരു തുടക്കം തൊട്ട് ഇങ്ങോട്ട് പ്രത്യേകിച്ച് 3 വർഷമായിട്ട് അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് ഉറപ്പായിട്ടും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് പറയുന്ന മാർച്ച് മാസത്തിലാണ്. ആവുക പേപ്പറിൽ അവസാനമായി. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോൾ സർക്കാരിന് ഇങ്ങനെ പ്രകോപിപ്പിക്കാനുള്ളൊരു കാരണം പെട്ടെന്ന് എന്താണ്? അല്ല, ഞാനത് വളരെ ലൈറ്റായിട്ട് കാണുന്ന പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളിലും എന്നുള്ളതുപോലെ മാർച്ചിൽ നടപടിയെടുക്കാൻ ആലോചിച്ച് സ്വതസിദ്ധമായ വൈകലിലൂടെ യാതൊന്നിനും ചെയ്യാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് വൈകി ഓഗസ്റ്റ് അവസാനം എത്തിയപ്പോഴേക്കും അയ്യോ ഇനിയിപ്പോൾ 4 ദിവസമേ ബാക്കിയുള്ളല്ലോ, എന്നാൽ പോകുന്ന പോക്കിനൊരു സസ്പെൻഷൻ അടിച്ചിട്ടേ പോയേക്കാവുന്ന പതിവ് കാലം തെറ്റി സമയം തെറ്റി ഫലപ്രാപ്തി ഇല്ലാതെ ഫലശൂന്യമായ ഒരു നടപടി വീണ്ടും നടത്തിയിട്ട് നിസ്സഹായമായിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ കാവൽ മാലാഖയുടെ തൊഴിൽ നമ്മൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ സർക്കാരിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇതൊരു കോമഡി ഓഫ് എറേഴ്സ് ആയിട്ടാണ് നമുക്ക് ബോധ്യം വന്നിട്ടുള്ളത്. ഒന്നാം സർക്കാർ ടൈമിംഗ് ഉള്ള സർക്കാരായിരുന്നു. ഞങ്ങളൊക്കെ സജീവമായിട്ട് ആ സർക്കാരിന്റെ കൂടെ പ്രവർത്തിച്ചതാണ്. കോവിഡ് പ്രതിരോധമായാലും ആദ്യ സർക്കാരിന് അത് കുറച്ചുകൂടെ സിവിൽ സർവീസ് നേതൃത്വവും ഇന്റഗ്രിറ്റിയോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ഗ്രഥിതമായിട്ട് പ്രവർത്തിച്ച അവസരമായിരുന്നു. രണ്ടാം സർക്കാർ ഞാൻ വിചാരിക്കുന്നത് 2002-2023 ശേഷം താളം തെറ്റിപ്പോയി. എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. പൂർണ്ണമായിട്ടും വ്രതമായ ശേഷം ആ പോസ്റ്റ്മോർട്ടം കേരളത്തിൽ നടക്കും. അപ്പൊ അതിൽ തെളിഞ്ഞു വരുന്ന 2 ഘടകങ്ങൾ വളരെ വ്യക്തമായിരിക്കും. ഒന്ന്, നേതൃസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. ആരോഗ്യം ആരുടേത് വഷളാകും. 23-24 കേന്ദ്രം ഈ കടമെടുപ്പ് സംബന്ധിച്ച ചട്ടം മാറ്റി കിഫ്ബിയുടെ കടമെടുപ്പ് കൂടെ ബജറ്റിനകത്താക്കിയതോടുകൂടി സർക്കാരിന്റെ പ്രവർത്തനക്ഷമത പകുതിയായിട്ട് കുറഞ്ഞായിട്ട് വേണമെങ്കിൽ പറയാം. ആ 2 ഘടകത്തിന് ശേഷം സർക്കാർ ഈ രണ്ടാം ഘട്ടത്തിൽ ഏറ്റെടുത്തത് എത്ര കണ്ട് ജനങ്ങൾ നിരാശ രേഖപ്പെടുത്തും എന്നുള്ള 4-ാം തീയതി അറിയാം. പക്ഷെ ഇതുവരെ വന്ന തെളിവുകൾ അനുസരിച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരവസ്ഥയിലാണ് ചെന്ന് നിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രിയെ കുഴപ്പത്തിൽ ചാടിച്ച അദ്ദേഹത്തിന്റെ ഓഫീസാണോ അതോ അദ്ദേഹത്തിന്റെ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനത്തെ പരാമർശങ്ങൾ നടത്തി. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മട്ടിൽ എന്തൊക്കെയോ പരാമർശങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പൊതുവിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു മതിപ്പുമില്ല. ഒന്നാം സർക്കാരിൽ എം ശിവശങ്കർ മറ്റു ചില പ്രശ്നങ്ങളുടെ പുറത്ത് 1.5 വർഷം ബാക്കി നിൽക്കെ ഓഗസ്റ്റ് 2020 സസ്പെൻഷനിലായി. ആ കാര്യങ്ങൾ നമുക്കറിയാം. സ്വർണ്ണക്കടത്ത്, സ്വപ്ന സുരേഷ്, അങ്ങനെയൊക്കെയുള്ള കുറെ എക്സ്ട്രേനിയസ് മാറ്റേഴ്സ്. പക്ഷെ ജോലിക്ക് ശിവശങ്കർ സമർത്ഥനാണ്. അപ്പൊ മറ്റു വകുപ്പുകളുമായിട്ടെല്ലാം സംസാരിക്കാനും ശിവശങ്കർക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. ശിവശങ്കർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുകയും സബ്സ്റ്റൻസ് ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിരുന്നു. രണ്ടാം സർക്കാരിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ കൂടിയാണ് വന്നു കയറിയത്. ഞാൻ ആരെയും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ രണ്ടാം സർക്കാരിൽ കണ്ടത് അപ്പറഞ്ഞ ഉദ്ഗ്രഥനമോ ഏകോപനമോ വേണ്ടോണം നടക്കാതെയായി. വകുപ്പുകൾ പല വഴിക്ക് തിരിഞ്ഞു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയും എൻ്റെ നോട്ടത്തിൽ ലോപിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് നീണ്ട മീറ്റിങ്ങുകളിൽ ഇരിക്കാൻ പ്രയാസമായി തുടങ്ങി. പിന്നെ അദ്ദേഹം എപ്പോഴും ഈ ഒരു കുറുപ്പടിയുടെ സന്തതിയാണ്. കുറുപ്പ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഓർഗാനിക്കായിട്ട് ഇടപെടാനായിട്ട് സാധിക്കൂ. അപ്പോ 10 വർഷം ഗവൺമെന്റിൽ ചെലവിട്ടെങ്കിലും അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ രീതികളോടോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലോ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു അറിവൊന്നുമില്ല. അപ്പം അത് നേരത്തെ തന്നെ അത് വ്യക്തമായിരുന്നു. കാരണം ഒരിക്കൽ ഞാൻ ഓർക്കുന്നത്, ഈ നമ്മള് സാധാരണ ഗവൺമെന്റിൽ കണ്ടുവരുന്ന ആളുകൾ ഇപ്പൊ എഞ്ചിനീയറിംഗിലോ മെഡിസിനിലോ ഒക്കെ ഉള്ള സാങ്കേതിക കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന മിനിസ്റ്റേഴ്സ്, സെക്രട്ടറീസ്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അവർക്ക് നല്ല ഹൃദയസ്ഥമായിരിക്കും. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, ഗവർണർ, ഇതെല്ലാം വളരെ ഹൃദയസ്ഥമായിരിക്കും. എനിക്ക് അദ്ദേഹത്തിന് വേണ്ടത്ര കാര്യങ്ങൾ അറിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നത് ആ സമയത്ത് ഏർലി ഡേയ്സിൽ ഒരു സിംഗിൾ ജഡ്ജിന്റെ വിധിയിൽ എന്തോ വിധിയിൽ അവ്യക്തതയുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അപ്പൊ അദ്ദേഹം ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് പറഞ്ഞു, വിധിയിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അത് സ്പഷ്ടത വരുത്താൻ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കാവുന്നു. ഇത് കേട്ടപാടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലായി ഹൈക്കോടതി എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് അറിയില്ല. ചീഫ് ജസ്റ്റിസിന് തമാശ പറഞ്ഞാൽ അല്ലല്ലോ, സീരിയസ് ആയിട്ട് തന്നെ സിംഗിൾ ജഡ്ജിന്റെ വിധിയിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അത് ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചു മനസ്സിലാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. കാരണം വിധിയുടെ കാര്യത്തിൽ ഡിവിഷനിലിരിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിനും പ്രിസൈഡിംഗ് ജഡ്ജിനും ഈ താഴത്തെ ബെഞ്ചിന്റെ വിധി തിരുത്താം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാം. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് സെക്രട്ടറിയെ തിരുത്താൻ തെറ്റിദ്ധരിക്കുന്ന പോലെ ചീഫ് ജസ്റ്റിസിന് റോസ്റ്റർ മാറ്റി കൊടുക്കാം. പക്ഷെ മറ്റേ ജഡ്ജി എഴുതിയ വിധിക്കകത്ത് വ്യക്തത കൊടുക്കാനൊന്നും ചീഫ് ജസ്റ്റിസിന് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ വന്നപ്പോഴേ അദ്ദേഹം ഓരോ അന്വേഷണങ്ങൾ കൊണ്ടുവരികയും അത് പിന്നീട് അതെല്ലാം അദ്ദേഹത്തെ തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പൊ ഒന്നും ശരിക്കും പഠിക്കാതെയാണ് ചെയ്യണമെന്ന് അറിയാത്ത. പക്ഷെ ഇതിനൊക്കെ ഉദ്യോഗസ്ഥന്മാരില്ല ഉപദേശിക്കാനായിട്ട്. അവിടെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മള് എന്നോട് നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ലേണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ഈ ഒരു പ്രോസിക്യൂഷൻ ലാൻഡ് ചെയ്യണം, ഗവൺമെന്റ് വിപുലമായ സംവിധാനം ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ജനറൽ ഇതെന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ അയാളുടെ മൈൻഡ് അപ്ലൈ. പക്ഷെ ഞാന് വേണ്ടത്ര സ്റ്റാച്ചർ ഇല്ലാത്ത ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് സർക്കാരിൽ ധാരാളം കാണുന്ന ഈ കുട്ടപ്പെട്ട സൈസുകൾ കാണുമല്ലോ, ഇവൻ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു സാധനം തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഈ യുക്തിയുടെ സ്ഥലത്ത് ബലത്തിന് ഒരു സ്റ്റാൻഡിങ്ങും ഇല്ലല്ലോ. യുക്തി പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ബലത്തിന് സ്റ്റാൻഡിങ് ഇല്ല. ആ ദൗർബല്യങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ യുക്തിയും ലോജിക്കും വേണ്ട സ്ഥലത്ത് കയറി ബലം പ്രയോഗിക്കുക. ഞാൻ വേറൊരു ഏർലി ഡിസ്പ്യൂട്ടും കൂടെ പറഞ്ഞുതരാം. ഞാൻ ഒന്നാം സർക്കാരിൽ തന്നെ ശ്രീമതി ശൈലജയുടെ കൂടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ശൈലജയുടെ ഒരു അദ്ദേഹം ഫയല് വിളിപ്പിച്ച ശേഷം ഒരു ഓർഡർ പാസ് ചെയ്തു. ഇതിൽ എടുത്തിരിക്കുന്ന തീരുമാനം റദ്ദ് ചെയ്ത് ഫയൽ പുനഃസമർപ്പിക്കുക. അപ്പൊ മിനിസ്റ്റർ അതിന്റെ അടിയിൽ സൈൻ ചെയ്ത് എനിക്ക് തന്നു ഫയൽ റദ്ദ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പിൽ ചുമതലയൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാബിനറ്റ് മീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഹി ഈസ് ലീഡിംഗ് ദ ക്യാബിനറ്റ്, ദ ഹെഡ് ഓഫ് ദ ക്യാബിനറ്റ്. അപ്പൊ ഒരു മന്ത്രിക്ക് മറ്റേ മന്ത്രിയുടെ ഉത്തരവ് ക്യാൻസൽ എഴുതാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലും തീരുമാനം നടപ്പാക്കാൻ പറ്റും. വേറെ ഒരു പ്രശ്നമുണ്ട്. ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുഖ്യമന്ത്രിയല്ല ഓരോ വകുപ്പും അവരാണ് ഭരിക്കുന്നത്, ആ വകുപ്പിനകത്ത് മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല. ഇടപെടാം, അതെ. മുഖ്യമന്ത്രിക്ക് ആകെ ബിസിനസ് ചട്ടപ്രകാരമുള്ള അധികാരം ഒരു വകുപ്പ് മന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുന്ന തീരുമാനം സർക്കാരിന്റെ നയത്തിനോ മറ്റേതെങ്കിലും ചട്ടങ്ങൾക്കോ ഇനി എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടോ അൺസ്പെസിഫൈഡ് റീസൺസിലോ അദ്ദേഹത്തിന് പുനഃപരിശോധിക്കണമെങ്കിൽ അത് ക്യാബിനറ്റിൽ വെക്കാൻ പറയാം. അല്ലാതെ ഹെൽത്ത് ഫയൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇത് റദ്ദാക്കി അത് അങ്ങനെ എഴുതാൻ ഞാൻ ഫയലിൽ പ്രൊട്ടസ്റ്റ് എഴുതി. ഞാൻ പറഞ്ഞു ഇങ്ങനെ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല, ബിസിനസ് ചട്ടത്തിനെതിരാണ്. ഇനിയിപ്പോ പറയാമല്ലോ, ശൈലജ ടീച്ചർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഭരണഘടനയും ബിസിനസ് റൂൾസും ഓരോ പാർട്ടിക്കും വ്യത്യസ്തമായിട്ടില്ല, ഒന്നേ ഉള്ളൂ, ഇങ്ങനെ പോകാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെയും കണ്ട ഒരു പ്രശ്നം, വാട്ട് യു ഷുഡ് ആക്ച്വലി റൈറ്റ് ഈസ് മിനിസ്റ്റർ മേ പ്ലീസ് റീകൺസിഡർ ദിസ് എന്ന് എഴുതി കൊടുത്തിട്ട് അത് റദ്ദ് ചെയ്യണം പറഞ്ഞാൽ റെക്കോർഡിൽ മന്ത്രി ഓവർ റൂൾ ചെയ്തതായിട്ട് വരുത്തരുത്. ഞാൻ പറഞ്ഞ അത് എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയാണ്. യുക്തിക്ക് ബുദ്ധിക്ക് പകരം ബലം വർക്ക് ചെയ്യുമെന്നുള്ള അതിലാണ് ഈ കേസുകൾ മുഴുവനും എമർജ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലെ നയത്തിൽ ടാക്കിൾ ചെയ്യേണ്ട ഒരു കാര്യം നയത്തിൽ ടാക്കിൾ ചെയ്യാൻ പരിശ്രമിക്കുന്നില്ല. ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ പേടിച്ചോണം, ഞാൻ എന്താണ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പേടിച്ച് തന്നെയാണ് പലരും നിൽക്കുന്നതും പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നതും. എടുക്കുന്ന തീരുമാനം ശരിയാണെങ്കിൽ പേടിപ്പിച്ചാണെങ്കിലും നടത്തിയെടുക്കുന്നതിൽ തെറ്റില്ല. എടുക്കുന്ന തീരുമാനം തെറ്റാവുമ്പോഴാണ് പോകുമ്പോൾ വലിയ തോതിൽ പെശകി പോകും. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം, ഔട്ട് ഓഫ് അക്കാഡമിക് ഇൻട്രസ്റ്റ്. ഇവര് 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ സത്യപ്രതിജ്ഞയിൽ ഇരുന്ന നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആ പന്തലിൽ ഇരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഞാനെന്താ പ്രതീക്ഷിക്കുന്നത്, എനിക്ക് പിണറായി വിജയനെ 93 തൊട്ട് അറിയാം. ഒരു തരത്തിൽ ഞാൻ ആരാധകനാണ് ശ്രീ പിണറായി വിജയന്റെ. ഞാൻ ഒരു SFI പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരിലെ ഒരു സിംഹം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ്, ഇതൊക്കെയാണ് നമ്മുടെ പെർസെപ്ഷൻ. അപ്പൊ ഇദ്ദേഹം വരുന്നു, കേരളത്തെ ഇദ്ദേഹം മാറ്റിമറിക്കും. കേരളത്തെ വ്യവസായ സമ്പന്നമാക്കും, കേരളം ഒരു സമ്പന്ന സംസ്ഥാനമാക്കും, ഒരു മിനി സിംഗപ്പൂരാക്കും. ഇതിന് കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ആദ്യത്തെ ആഴ്ച പറഞ്ഞല്ലോ എന്താണ്, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. സത്യം പറഞ്ഞാൽ പുളകം തോന്നിപ്പോയി, കാരണം അത്ര പെർസെപ്ഷൻ. പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് വളരെ വൈകാതെ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏർലി ഡേയ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഊർജവുമുണ്ട്, ശക്തിയുമുണ്ട്, പക്ഷെ അപഗ്രഥനാത്മകത ഇല്ല. ഒരു പൊസിഷൻ എടുത്തു പോയാൽ അതിന്റെ തന്നെ തടവുകാരനായിട്ട് പോവാം. ഞാൻ 2 എക്സാമ്പിൾ മാത്രം പറയാം. ഒന്നാമത്തെ ഗവൺമെന്റ് ഒരു ക്രൈസിസ് റിട്ടേൺ ഗവൺമെന്റ് ആയിരുന്നു. കോവിഡ്
പ്രളയം, ഓക്കി, പോട്ടെ. രണ്ടാം ഗവൺമെന്റിൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ധനകാര്യ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ രണ്ടാം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച വലിയ മുദ്രാവാക്യം എന്താണ്? സിൽവർ ലൈൻ, അല്ലെ? 1.5 വർഷം കേരളം മുഴുവൻ പ്രക്ഷോഭ സമാനമായി എല്ലായിടത്തും. ആ സ്ഥലം എടുത്തു 45 മീറ്ററോ 60 മീറ്ററോ 600 കിലോമീറ്ററിൽ കേരളത്തിൽ അക്വയർ ചെയ്തതിന്റെ ബഹളമായിരുന്നു. 1.5 ലക്ഷം കോടി ക്യാപിറ്റൽ. ഞാനും പദ്ധതിയെ പിന്തുണച്ചാണ്. അന്ന് ഞാൻ KSE ബോർഡ് ചെയർമാൻ. ഞങ്ങൾ നോക്കുമ്പോൾ നല്ലപോലെ വൈദ്യുതി വിൽക്കാം. വൈദ്യുതിയിൽ ഓടുന്ന ട്രെയിനാണല്ലോ. ഇന്ന് കേരളയിൽ ഓടുന്നു. കേരളത്തിലെ ഏതാണ്ട് 10 ജില്ലകളിൽ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകളെ ബുദ്ധിമുട്ടിച്ചാണ്. ആ ചെങ്ങന്നൂരിൽ ഒരു അമ്മച്ചി അടുക്കളക്കകത്ത് അമ്മച്ചി എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുചെന്ന് മഞ്ഞക്കുറ്റി അടിക്കുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളിൽ തോൽവിയുടെ ഒരു കാരണമാണ്. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ നാഷണൽ ഹൈവേ വീതി കൂട്ടാനെടുത്ത നിലപാടും അതിലെടുത്ത ശക്തമായ നിലപാടിന്റെ വിജയമൊക്കെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിനുണ്ടായ വിജയത്തിന് കാരണം നാഷണൽ ഹൈവേയുടെ നിലപാട് അത് ശ്ലാഘിക്കപ്പെട്ടു. അപ്പൊ വീണ്ടും ഇതുപോലെ തീരുമാനം എടുത്താൽ ഉറച്ചു നിൽക്കുക എന്നൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് എവിടെയാണെന്ന് കൂടെ ശ്രദ്ധിക്കട്ടെ. അല്ല, ഉറച്ചു നിൽക്കുന്നത് ശരി തന്നെ. പക്ഷെ കാസാബിയാങ്കന്റെ മറ്റേ കപ്പലിൽ നിന്നതുപോലെ നിൽക്കാൻ പാടില്ല. തീ പിടിക്കുന്നിടത്ത് നീ ഇവിടുന്ന് മാറരുതേ എന്ന് പറഞ്ഞാൽ അവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് മാറാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യം പോയില്ലേ? അതാണ് പറ്റിപ്പോയത്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ചുരുക്കം എത്രയേ ഉള്ളൂ. ഇപ്പൊ 5 വർഷം പിന്നിട്ടു അല്ലെ? ഈ കേരയിൽ എന്ന് പറഞ്ഞിറങ്ങി നാട് നിങ്ങളെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് 5 കൊല്ലം പിന്നിട്ടുള്ളൂ. ഇന്ന് കേരളിന്റെ അവസ്ഥ എന്താ? പക്ഷെ ഇപ്പോഴും കേരളയിൽ റദ്ദാക്കിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ DPR കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സംസ്ഥാനത്തിന് മടക്കിയിരിക്കുകയാണ്. അതിനകത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്രൊപ്പോസ്ഡ് റെയിൽവേയുടെ ഗേജ് എന്താണ്? ഇത് ഫണ്ടമെന്റൽ ആണ്. കാരണം ഗേജ് നിശ്ചയിക്കാതെ, സ്റ്റാൻഡേർഡ് ആണോ മീറ്റർ ആണോ ബ്രോഡ് ആണോ നിശ്ചയിക്കാതെ ആ റെയിൽവേയുടെ ഒരു ഡിസൈൻ പാരാമീറ്ററും സ്ഥലമെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ചുരുക്കം? 5 കൊല്ലം ഇതിട്ട് ഓടിച്ചപ്പോഴും അന്ന് 22 മറ്റോ സീസ്ട്ര കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനി 22 കോടി രൂപയ്ക്ക് തയ്യാർ ചെയ്ത് കൊടുത്ത ഒരു മോശം DPR. അത് ഈ ശ്രീധർ രാധാകൃഷ്ണനോട് ചോദിച്ചു. ശ്രീധർ രാധാകൃഷ്ണൻ അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് കമന്ററി എഴുതിയിട്ടുണ്ട്. അതിലെ വീക്ക്നെസ്സുകൾ, അതിലെ എംപാങ്ക്മെന്റ്. ഈ ശ്രീധരനും വളരെ ക്രിട്ടിക്കലായിട്ട് അതിനെ വ്യൂ ചെയ്തിട്ടുണ്ട്. ആ DPR കോമ്പറ്റന്റ് ആക്കി ഇന്ത്യൻ റെയിൽവേയുടെ അംഗീകാരം വാങ്ങിക്കാൻ പ്രാപ്തമായിട്ടില്ല 5 കൊല്ലം കൊണ്ട്. ഈ മഞ്ഞക്കുറ്റിക്കുള്ള 3 കോടി അടക്കം ഏതാണ്ട് 80 കോടി രൂപ ജനത്തിൻ്റെത് കുഴിച്ചിട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് കേരളയിൽ കമ്പനി ചെയ്യുന്നതെന്ന് അറിയാമോ ശ്രീ ജോണിന്? KSRTCയുടെ ഗരാജാണ് ഡിസൈൻ ചെയ്തത് ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കമ്പനിയിൽ ജീവനക്കാരുണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ അടക്കം അവിടുന്ന് ജീവനക്കാരിയാ. കേരളയിൽ പൊടിയായി. കേരളയിൽ അംഗീകാരമില്ല. കേരളയിൽ വാങ്ങിയ പൈസയും പൊടിച്ചു കളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? KSRTCയുടെ ഗരാജും മറ്റേ ബൂത്ത്, KSRTCയിലെ ബൂത്തുകളൊക്കെ അവർ വെൽഡിംഗ് നടത്തി അവർ ജീവിക്കുക. കേരളയിലെ അവസാനം അതാണ്, വെൽഡിംഗ് ഷോപ്പ്. ഒന്ന് ഞാൻ പറയുന്നത്, നമ്മളൊരു വലിയ യശസ്കനായിട്ടുള്ള ഒരു നേതാവ്, മരണശേഷവും ലെഗസി കേരളം മുഴുവൻ നിറയാൻ പോകുന്ന ഒരു നേതാവ് എന്നൊക്കെ പറയുമ്പോഴേക്കും താൻ ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലോട്ട് വന്ന കേരളത്തിൻ്റെതായ ഏറ്റവും വലിയ പദ്ധതി, മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ പദ്ധതിയാണല്ലോ. പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ നമുക്ക് അതിനകത്ത് നമ്മൾ NHന്റെ പേര് നമ്മൾ ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല. NH എന്ന് പറയുന്നത് ഒരു PPP ബേസിസിൽ ഇൻവിറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് കോൺട്രാക്ടർ NHAയും കൂടെ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മൾ വളരെ ഫീബിളായിട്ട് ഞാനും 6000 കോടി, ഞാനും മുതലേ മാച്ചനും കൂടി ആനയെ പിടിച്ചായിരുന്നു. ഞാനും ഒരു എന്നാലും അതിന്റെ വീതി 30 മീറ്റർ തീരുമാനത്തിൽ പുള്ളിയുടെ സ്ഥലമെടുപ്പിൽ ഫുൾ ക്രെഡിറ്റ്. പക്ഷെ ഞാൻ പറയട്ടെ, ആ ഹൈവേ ആരാണ് പേ ചെയ്യുന്നത്? അത് നാഷണൽ ഗവൺമെന്റും അതിന്റെ യൂസറും കൂടിയാണ് പേ ചെയ്യാൻ പോകുന്നത്. അതിന് സ്ഥലം വിട്ടുകൊടുത്താൽ ഹൈവേ താനേ വരും. ഇതിന് മുമ്പ് എന്താ എടുക്കാഞ്ഞത്? സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രക്ഷോഭം, അല്ലെങ്കിൽ ഗവൺമെന്റ് 45 മീറ്റർ എന്ന് ഫിക്സ് ചെയ്യുന്നതിനുള്ള പ്രക്ഷോഭം അയഞ്ഞു കഴിഞ്ഞോണ്ട് ഹൈവേ വന്നു. ഇത് തന്നെയല്ലേ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രക്ഷോഭം ഒതുക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നേരത്തെ ഉള്ള മർക്കട പുഷ്ടിയുടെ ഗുണം അവിടെ കണ്ടു. പക്ഷെ അതിന്റെ ദോഷം തന്നെയാണ് സിൽവർ ലൈനിൽ ഉണ്ടായത്. പക്ഷെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ, അതിന്റെ ബ്രെയിൻ, അതിന്റെ ആ സംഗതി മുഴുവനും കേരളത്തിലെ കമ്പനി ചെയ്യേണ്ടതാണ്. റെയിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ റെയിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആ പ്രവൃത്തി പരാജയപ്പെട്ടു പോയി എന്നാണ് ഞാൻ പറയുന്നത്. വേണ്ടത്ര ധൈഷണിക സാങ്കേതിക വിദ്യ ഇല്ലാതെ റെയിൽ പരാജയപ്പെട്ടു പോയി. 1-ാം നമ്പർ കാര്യം. ഇനി ഞാൻ വ്യത്യസ്തമായ ഒരു ഉദാഹരണം പറയാം. ഈ നിശ്ചയദാർഢ്യമുണ്ട്, പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണെന്നൊക്കെ പറഞ്ഞതിന്റെ ആന്റിതീസിസ് ഞാൻ പറഞ്ഞുതരാം. ശബരിമല വിഷയം എടുത്തോളൂ. ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു 2018 സെപ്റ്റംബറിലെ നിലപാട്? 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. എന്ത് വില കൊടുത്തും യുവതികളെ അവിടെ പ്രവേശിപ്പിക്കും. ഇനി പറയാതെ പറഞ്ഞു, മറ്റേ ആർത്തവത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ആർത്തവ യുക്തകളെ പോലും അമ്പലത്തിൽ പ്രവേശിപ്പിക്കും. ആചാരങ്ങൾ മാറാനുള്ളതാണ്. ഇപ്പൊ എന്തുവാ കൊടുത്ത അവിടെ വെച്ച് കേവലം ഇപ്പൊ എത്ര വർഷമായി? 18-19 പറയുമ്പോൾ കേവലം 7 വർഷത്തിന് ശേഷം സുപ്രീം കോടതി എങ്ങനെയല്ലേ ഇരിക്കുന്നത്?
അയ്യോ യുവതി പ്രവേശനം വേണ്ടേ വേണ്ട, കാരണം ഒന്നും വേണ്ട. രാഷ്ട്രീയമായ തിരിച്ചടികൾ വരുമ്പോൾ പോകുന്ന നിലപാടുകൾ മാറും. പോകുന്ന വോട്ട് 10 എന്ന് മനസ്സിലായി, 10% അപ്പൊ അത്രേ ഉള്ളൂ നിലപാടിന്റെ അത്രേ ഉള്ളൂ. എന്ത് നിലപാട്? ഒരു നിലപാടും ഇല്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഇനി അത് പോട്ടെ, നമ്മള് 2019 ജനുവരിയിൽ എന്താ പറഞ്ഞത്?